മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഈ പ്രഭാത വിരുന്ന് പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദൈവം ഒരിക്കൽ കൂടി ഒരു പുലരി നമുക്ക് നൽകിയിരിക്കുകയാണ്. ദേവാലയങ്ങളിലും മറ്റ് പ്രവർത്തന മേഖലകളിലൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നതും പലപ്പോഴും അവസാനിപ്പിക്കുന്നതും. നമുക്ക് ഈ പുലരി നൽകിയിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഭവനങ്ങളിലായിരിക്കാം, ടി വിയുടെ മുമ്പിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ മുമ്പിലായിരിക്കാം. പക്ഷേ ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. കഴിഞ്ഞ രാത്രിയിൽ ദൈവം നമ്മെ സംരക്ഷിച്ചു, ദൈവം കാത്തു പരിപാലിച്ചു. ആ കൃപകളൊക്കെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം നമുക്ക് ഈ പുലരി നൽകിയ ആ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ നിയോഗങ്ങളെയും അവിടുത്തെ തിരുമുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിനമാണ് ദൈവം ഇന്ന് നൽകുന്നത് എന്നുള്ള ചിന്തയോട് നമുക്ക് മുന്നേറാനായിട്ട് പരിശ്രമിക്കാം. ഒരു സന്തോഷത്തിൻ്റെ ദിനം, നമ്മൾ എന്ത് സ്വപ്നം കാണുന്നുവോ അത് തന്നെയായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുക എന്ന് പറയുക. ഇന്നൊരു വലിയ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിനമാണെന്ന് നമുക്കൊന്ന് സ്വപ്നം കാണാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ മനസ്സിൽ അത് ചിന്തിക്കാം. ഇന്ന് ദൈവം നൽകിയ ഏറ്റവും വലിയ നല്ല ദിനം എന്നൊന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഈ ഒരു പുലരിയിൽ, ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മളൊരു പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, ഒരു പോസിറ്റീവ് ചിന്തയോടുകൂടെ നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ ഈ ദിവസം ഏറ്റവും അനുഗ്രഹമായി മാറും, സന്തോഷകരമായി മാറും. ദൈവകൃപയാൽ അതെല്ലാം നടക്കുകയും ചെയ്യും. നമുക്ക് ഇന്നേ ദിവസത്തെ സമർപ്പിക്കാം, ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കണ്ടുമുട്ടുന്ന വ്യക്തികളെ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാം തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ പ്രഭാത വിരുന്നിൻ്റെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലേക്ക് നമ്മെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. നമുക്ക് വേണ്ടി എന്നും മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മ, യേശു എവിടെയുണ്ടോ അവിടെ പരിശുദ്ധ അമ്മയുണ്ട് എന്നുള്ളതാണ്. ആ കാനായിലെ കല്യാണ വിരുന്നിൽ യേശു ഉണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനയുടെ നിമിഷങ്ങളിലൊക്കെ ഈ അമ്മ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഈ അമ്മയുടെ വലിയ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമുക്കൊന്നും ഉണ്ടാകുമാറാകട്ടെ. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അമ്മയെ, നീ എന്നും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ ആ സ്വർഗീയ വലിയ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അമ്മ, നീ എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ വലിയ മധ്യസ്ഥ ശക്തിക്ക് വേണ്ടി ദാഹിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമുക്ക് ഇന്നേ ദിവസം ഈ പുലരിയിൽ നമ്മളോടൊപ്പം വസിക്കുന്ന നമ്മുടെ യുവതി യുവാക്കന്മാരൊക്കെ ഉണ്ടാവാം. നമ്മളോടൊപ്പം ചുറ്റും നമ്മുടെ അയൽവാസികളായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലായിരിക്കാം, നമ്മുടെ ഇടവകയിലായിരിക്കാം. നമ്മുടെ കണ്ടുമുട്ടിയ എല്ലാ യുവതി യുവാക്കന്മാരെയും
തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇവരിലൂടെയാണ് ഒരു ദേശം, ഒരു സഭ വളർന്നു വരേണ്ടത്. പലപ്പോഴും ഇവരിൽ പൈശാചികത കടന്നു വരുമ്പോൾ മദ്യപാനത്തിലും മയക്കുമരുന്നിലൊക്കെ ഇടപെട്ട് ആ സ്വന്തം ജീവിതം നശിപ്പിച്ച് മറ്റുള്ളവരുടെയും ജീവിതം നശിപ്പിക്കുവാനായിട്ട് ഇടയാക്കുന്ന ചില പ്രവണതകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് നമുക്ക് ചുറ്റും. അവയിൽ നിന്നെല്ലാം, ആ പൈശാചികതയിൽ നിന്നെല്ലാം, പൈശാചിക പ്രവൃത്തികളിൽ നിന്നെല്ലാം, തിന്മ നിറഞ്ഞ അവസ്ഥയിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട്, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹപാഠികളായിരിക്കാം, നമ്മുടെ ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള വ്യക്തികളായിരിക്കാം. അവരെല്ലാവരെയും ഒന്ന് ഓർക്കാം. ഒരു നിമിഷം അവരെല്ലാം ഓർത്തുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ദൈവം ഓരോരുത്തരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ വചനം കേൾക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഒരു നിമിഷമാണ്. വചനം നമ്മളിൽ അന്വർത്ഥമായി മാറണമെങ്കിൽ ഒരു തുറവി നമുക്കുണ്ടാവണം. ദൈവത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മനസ്സുകളെ തുറക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു വലിയ മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ വചനം നമ്മളിൽ അന്വർത്ഥമാകും. വചനം നമ്മളിൽ വേരൂന്നും. വചനം നമ്മളിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. നമുക്ക് ആ പരിശുദ്ധാത്മാവിലേക്ക്, ആ ത്രിത്വൈക ദൈവമാകുന്ന പരിശുദ്ധാത്മാവിലേക്കും ആ ത്രിത്വൈക ദൈവത്തിലേക്കൊക്കെ നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകട്ടെ. ഒരു വലിയ ശക്തി നമ്മളിൽ വന്ന് നിറയട്ടെ. വചനം കേൾക്കുമ്പോൾ അത് എന്നിൽ പ്രാവർത്തികമാകുവാനായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ മേൽ വസിക്കുവാനായിട്ട് ഇടയാക്കണമേ. ഞങ്ങളിൽ വന്ന് നിറയട്ടെ. ഞങ്ങളുടെ ആദരങ്ങളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഒത്തിരി മാറ്റിമറിക്കുവാനായിട്ട് ഈ വചനം ഞങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. അതിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്ന് നിറയണമേ, ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സമർപ്പിക്കുന്ന വ്യക്തികളാണ്, അർപ്പിക്കുന്ന വ്യക്തികളാണെന്ന് നമ്മൾ പറയുക. അർപ്പിക്കുന്ന വ്യക്തികളാണെന്ന് പറയുന്നത് നമ്മുടെ വചനത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. യേശു അവസാനമായിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന നമുക്കറിയാം. പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് അർപ്പിക്കുകയാണ്. യേശു അർപ്പിച്ചു, തൻ്റെ ജീവിതം മുഴുവൻ അർപ്പിച്ച ഒരു അനുഭവമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അവിടെ അർപ്പിച്ചു കഴിയുമ്പോൾ യേശു അല്ല, മറിച്ച് ദൈവമാണ് തന്നിലൂടെ പ്രവർത്തിക്കുന്നത് എന്നൊരു തോന്നലാണ് ഉണ്ടാകുന്നത്. ഞാനല്ല, ദൈവമാണ് എന്നിൽ വസിക്കുന്നത്. ഞാനും ദൈവം ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുക. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അർപ്പിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട്, സമർപ്പിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല വ്യക്തിത്വങ്ങളും ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് അർപ്പിച്ച ഒരു ജീവിതങ്ങളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ഒരു അപ്പനെയും മകനെയും ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. അബ്രാഹാം, ഇസ്ഹാക്കും. അബ്രാഹാം മകനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. മോറിയ മലയിലേക്ക് ഈ മകനെ ബലി അർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? ദൈവം എന്തു പറയുന്നുവോ അത് അപ്പാടെ അനുസരിക്കുക. അതിന് മറുതല് പറയാതെ അത് എന്താണോ പറഞ്ഞത് അത് അതുപോലെ തന്നെ അനുസരിക്കുവാനായിട്ട് തയ്യാറായിട്ടുള്ള അബ്രാഹാം, വിശ്വാസികളുടെ പിതാവ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അബ്രാഹാം അതായിരുന്നു തൻ്റെ ജീവിതത്തിൽ ചെയ്തിരുന്നത്. സ്വന്തം മകനെ ബലിയർപ്പിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് വിഷമം ഉണ്ടാകുമെന്നോ, അല്ലെങ്കിൽ ഭാര്യ എന്ത് പറയുന്നോ, നാട്ടുകാരെന്ത് പറയുന്നോ, അവൻ്റെ പ്രവചനം, ദൈവത്തിൻ്റെ പ്രവചനം പണ്ട് എന്തായിരുന്നുവോ, ഇതൊന്നുമല്ല ചിന്തിച്ചത്. മറിച്ച് ദൈവം എന്താ ആവശ്യപ്പെട്ടോ അതിലേക്ക് ഞാൻ അർപ്പിക്കാനായിട്ട് തയ്യാറാണ്, കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ്.
ഈ മകനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ മോറിയ മലയിലേക്ക് പോകുന്ന സമയത്ത് മകൻ ചോദിക്കുന്നുണ്ട്, ബലിക്ക് വേണ്ടിയുള്ള കുഞ്ഞാട് എവിടെ? അപ്പോഴും പിതാവായ അബ്രാഹാം പറയാണ്, അത് ദൈവം നമുക്ക് നൽകും. അവിടെയും പറയുന്നത് ദൈവമാണ് നൽകുന്നത്, എല്ലാം ദൈവം നൽകും. ഒരു അർപ്പിച്ചൊരു ജീവിതം, ദൈവത്തിലേക്ക് അർപ്പിച്ചൊരു ജീവിതമാണ് അവിടെ ഈ മകൻ കാണുന്നത്, ഇസ്ഹാക്ക് കാണുന്നത്, അപ്പൻ്റെ ജീവിതം. അവിടെ ചെന്ന് കഴിയുമ്പോൾ ബലി അർപ്പിക്കുന്ന ഒരു സമയമുണ്ട്. വാളെടുത്ത് അവനെ വെട്ടാനായിട്ട് നോക്കുന്ന സമയത്ത് ദൈവം പറയുന്നുണ്ട്, അബ്രാഹാം അബ്രാഹാം, നീ ഇപ്പോൾ അവനെ ബലി അർപ്പിക്കണ്ട എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് ചിന്തിക്കാം, ഈ മകൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? മകൻ്റെ മാനസികാവസ്ഥ, നമ്മൾ അബ്രാഹത്തെ പറ്റി നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഈ മകൻ ഏകദേശം നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു 12, 13, 14 വയസ്സൊക്കെ ആയിരിക്കാം അവനുണ്ടാവുക. ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടം. ആ കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ സ്വന്തം പിതാവ് തനിക്കെതിരായിട്ട് വാളോങ്ങുന്ന സമയത്ത് ഒന്ന് കരയ പോലും ചെയ്യാതെ എൻ്റെ അപ്പന് വേണ്ടി സ്വജീവൻ അർപ്പിക്കാനായിട്ട് തയ്യാറായി. അവൻ അപ്പനെ കണ്ടിരിക്കുന്നത് എങ്ങനെയാ? എൻ്റെ മാതൃകാപരമായിട്ടുള്ളൊരു അപ്പൻ. അപ്പൻ ദൈവം പറയുന്നത് മാത്രമേ അനുസരിക്കുന്നുള്ളൂ. ആ അപ്പനെയാണ് ഈ മകൻ കണ്ടിരുന്നത്. അത്ര നാളും കണ്ടിരുന്ന ഒരപ്പനെയാണ്, സ്വന്തം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ഒരപ്പൻ. അതുകൊണ്ട് മകനും അങ്ങനെ തന്നെ ചിന്തിച്ചുള്ളൂ, എൻ്റെ അപ്പൻ ദൈവത്തിൻ്റെ ഏറ്റവും മാതൃകപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു മകനാണ് എൻ്റെ അപ്പൻ. അതുകൊണ്ട് ഞാനും ആ അപ്പൻ്റെ മകനായതുകൊണ്ട് ഞാനും എൻ്റെ അപ്പന് വിധേയത്തോടുകൂടി ജീവിക്കുവാനായിട്ട് തയ്യാറാണ്. ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല, അയ്യോ എന്ന് പറയാനായിട്ട് പോലും തയ്യാറാവുന്നില്ല മകൻ. എല്ലാം സഹിക്കാനായിട്ട് തയ്യാറാവുന്നു. അപ്പൻ കൊന്നോട്ടെ, അവൻ ബലിയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അപ്പൻ നമ്മളോട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് പറയുകയാണെങ്കിൽ, അധികാരികൾ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ അനുസരിക്കാൻ തയ്യാറാണോ? 4 ഉത്തരം തിരിച്ചു പറയും, അല്ലെങ്കിൽ തിരിച്ച് കൈ ഓങ്ങാൻ തയ്യാറാവും. പക്ഷെ ഇവിടെ കൈ ഓങ്ങുകയോ തിരിച്ചൊരു മറുതലിച്ചൊരു വാക്ക് പറയുകയോ ചെയ്യാത്ത ഒരു ഇസ്ഹാക്കിനെയാണ് നമ്മളവിടെ കാണുക. അത് നല്ല മാതൃകപരമായ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന വ്യക്തി ആയതുകൊണ്ടാണ്. അപ്പനെ കണ്ടു വളർന്നു. അപ്പൻ അതുപോലെയുള്ള വിശ്വാസത്തിലായിരിക്കണമെന്ന് മാത്രമാണ്. നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും ഈ വിശ്വാസ പരിശീലനങ്ങളോ വിശ്വാസത്തിൻ്റെതായ ഒരു ജീവിതമോ നയിക്കാത്ത കുടുംബങ്ങളിൽ ഇതുപോലെ മറുതലിക്കുന്ന മക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറുതലിക്കുന്ന മക്കളെയല്ല നമുക്ക് വേണ്ടത്, നമ്മളോട് സഹകരിക്കുന്ന അനുസരിക്കുന്ന മക്കളെയാണ് നമുക്ക് വേണ്ടത്. അനുസരിക്കാൻ സന്നദ്ധമെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് പഴയ നിയമം കടന്നു പോകുമ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവിടെയും ഒരു അപ്പനും മകനും ഉണ്ട്. യേശുവും തൻ്റെ പിതാവും. പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വപുത്രൻ ജീവൻ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിതാവ് എന്തു പറയുന്നു അത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതാണ് അവിടെ എന്നും പറയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞാൻ എൻ്റെ പിതാവിനോട് കൂടെ ആയിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനും പിതാവ് ഒന്നാണ്, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായി തീരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ഒരു ബന്ധം എന്ന് പറയുന്നത്? ആ ബന്ധം അതുപോലെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പിതാവ് പറയുന്നത് അനുസരിക്കുന്ന ഒരു മകൻ. മകൻ എന്നും പിതാവിനെ കണ്ടുകൊണ്ട് ജീവിക്കുന്നു. അവിടെ സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടാലും അതിലൊന്നും ഒരു ക്ലേശമില്ല. അവിടെ കാൽവരിയിലേക്ക് നടന്നു പോകുമ്പോൾ ബലിയർപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇസ്ഹാക്ക് മോറിയ മലയിലേക്ക് പോയി, ഇതാ ഈ മകൻ ക്രിസ്തു ഇതാ കാൽവരിയിലേക്ക് നടന്നെടുക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, പിതാവേ ഈ പാനപാത്രം ഒന്ന് മാറ്റാമോ? അവിടെ വലിയ ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല. അബ്രാഹാം പറഞ്ഞതുപോലെ അതൊക്കെ ദൈവം നൽകുമെന്നൊന്നും പറയാനായിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മറിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് തന്നെ സ്വയം ബോധ്യമാവുകയാണ്, എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഒരു അർപ്പണ മനോഭാവം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം പറയുകയാണ്, എല്ലാം പൂർത്തിയായി. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് അർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. അവസാന നിമിഷം വരെ പറയുന്ന ഒരു വാക്ക്,
അവിടുത്തെ ഇഷ്ടം അവിടത്തേക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇത്തരത്തിലൊന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ രണ്ട് കുടുംബങ്ങളെ, ഒന്ന് പിതാവും മകനുമാകുന്ന യേശുവും പിതാവും, അബ്രാഹും ഇസ്ഹാക്കും, ഈ കുടുംബങ്ങളുടെ ജീവിതം, സമർപ്പിച്ചൊരു ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും സാഹചര്യങ്ങൾ അത്തരത്തിലുള്ള നല്ല സാഹചര്യങ്ങളൊന്നും ആയിരിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ മാറ്റിമറിയുന്ന പല സാഹചര്യങ്ങളായിരിക്കാം. നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ നമുക്കറിയാം. എൻ്റെ ജീവിതം അങ്ങ് വിട്ടുകൊടുത്താൽ ഞാൻ ഇല്ലാതായി പോവും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാം. ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് വിട്ടുകൊടുക്കും. അനുസരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവൻ്റെ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. നമുക്കറിയാലോ, നമ്മൾ ഒരു വ്യക്തി പറയുകയാണ്, ഇന്ന് ഈ പ്രവൃത്തി ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് മറ്റൊരു പ്രവൃത്തി ചെയ്യാനാണ്. അതിന് വിട്ടുകൊണ്ട് അദ്ദേഹത്തിന് അനുസരിച്ച് അത് ചെയ്യുമ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി മാറ്റിവെച്ച്, എൻ്റെ വ്യക്തിത്വവും എൻ്റെ സ്വാതന്ത്ര്യവും മാറ്റിവെച്ച് മറ്റുള്ള സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവനെ അനുസരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പുതിയ ഐഡൻറ്റിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. യേശുവിനെ അനുസരിക്കുമ്പോൾ യേശുവായി മാറുന്നു. യേശുവിനെ അനുസരിക്കുമ്പോൾ യേശുവായി മാറുന്നു. യേശുവിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ യേശുവായി മാറുകയാണ് ചെയ്യുന്നത്. അവിടെ കൊടുക്കുകയാണ്, യേശുവിന് വേണ്ടി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പുതിയ വ്യക്തിയായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അത് ക്രിസ്തുവായി മാറുന്നു എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഒരു പുതിയ ക്രിസ്തുവായി മാറുവാനായിട്ട് നമ്മൾ താല്പര്യം കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നും ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവും. മറ്റുള്ളവർ നമ്മെപ്പറ്റി ചോദിക്കും, അവൻ ആര്? അവനൊരു ക്രിസ്ത്യാനിയാണോ? നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണല്ലോ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് അതിന് കാരണമായി തീരുന്നത്. പലപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണല്ലോ അത് ഹൃദയത്തിൻ്റെ അവസ്ഥയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ ഹൃദയവും നാവും ഒക്കെ ആയിരിക്കുന്നത് ആ സാഹചര്യത്തിലാണെന്നാണ് നമ്മൾ പറയുക. നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ, ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഹൃദയം രൂപപ്പെടുന്നതും അതിനെ തുടർന്ന് നമ്മുടെ നാവിലൂടെ നമ്മുടെ വചനങ്ങളും അല്ലെങ്കിൽ ചിന്തകളും പുറപ്പെടുന്നതൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മെ അളക്കുന്നത് നമ്മുടെ പ്രവൃത്തികളിൽ നിന്നാണ്, ഫലത്തിൽ നിന്നാണ് ആ വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒന്ന് തിരുത്താം. നമ്മുടെ ജീവിതത്തെ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറട്ടെ. അതിനായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ എത്തരത്തിലാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ ഇതൊരു വലിയ മാറ്റം വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഇസ്ഹാക്കും അബ്രാഹവും യേശു ക്രിസ്തുവും എല്ലാം ചെയ്തതുപോലെയുള്ള ഒരു സമർപ്പണ മനോഭാവം നമുക്കുണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ജീവിതം ധന്യമാക്കി മാറ്റുവാനായിട്ട്, അങ്ങയിലേക്ക് സമർപ്പിച്ച ഒരു ജീവിതമാക്കി മാറ്റുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മയെന്നും ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പരിശുദ്ധ മാലാഖമാരോട് ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വലിയ ശക്തിയായിട്ട് മാറുവാനായിട്ട് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥന്മാരെ, സ്വർഗീയ മധ്യസ്ഥന്മാരെ, വിശുദ്ധന്മാരെ ഞങ്ങൾ ഈ നിമിഷം ഓർക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പേരിന് കാരണബോധനായ മധ്യസ്ഥനെ ഈ നിമിഷം ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒരു വഴികാട്ടിയാകുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വലിയ മാതൃകകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വഴികാട്ടിയായിട്ട് എന്നും ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനെ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അവരുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇടവകയോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടവക നിയോഗങ്ങളെ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. മരിയ കൂടാരങ്ങളിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഒരു ജപമാലയെങ്കിലും ചൊല്ലി അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശു ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
യേശുനാഥ, ഒരിക്കൽ കൂടി ഈ ഗുഡ്നസ് ചാനലിനെ സമർപ്പിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും, ഈ ഗുഡ്നസ് ചാനൽ കാണുന്ന പ്രേക്ഷകരെയും പ്രത്യേകമായി സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വലിയ കൃപാവരം നിങ്ങളിൽ വന്ന് നിറയട്ടെ. വലിയ സ്വർഗീയ ശക്തി നിങ്ങളിൽ വന്ന് വസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.
സഭയോട് ചേർന്ന് പരിശുദ്ധ പാപ്പായുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് മെത്രാപ്പോലിത്തന്മാരോടും കർദിനാൾമാരോടും മെത്രാന്മാരോടും സന്യസ്തരോടും പുരോഹിതരോടും സന്യാസിനികളോടും ആത്മായരോടും ചേർന്ന് നിന്നുകൊണ്ട് ദൈവം നൽകുന്ന വലിയ ആശീർവാദവും അനുഗ്രഹവും ഞങ്ങളിൽ വന്ന് നിറയുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ നിയോഗങ്ങളിൽ വന്ന് നിറയുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ വന്ന് നിറയുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ വലിയ കൃപയ്ക്ക് വേണ്ടി, ആ വലിയ ശക്തിക്ക് വേണ്ടി ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, ആ വലിയ ശ്ലൈകിക ആശീർവാദം നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് ഈ പ്രഭാതം നൽകിയ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തൊരുമയോടെ ഏകമനസ്സോടുകൂടെ നന്മ ചെയ്യുവാനായിട്ടുള്ള ഒരു മനസ്സിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നേ ദിവസത്തെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഏവർക്കും നേർന്നുകൊണ്ട്